ഈ ഒരു വഴിയുള്ളൂ നിങ്ങൾക്ക്? ആ ശരിയാ. ഇവിടെ അങ്ങോട്ട് വീടുണ്ടോ? ആണോ? എല്ലാവരും ഈ വഴിയാണോ ഉപയോഗിക്കുന്നത്? ഇവർക്ക് നടപ്പാതെ 2 അടി നടപ്പാതെയുണ്ട്. ആ, വേറെ ആർക്കും വഴിയൊന്നുമില്ല അല്ലേ? നിങ്ങൾക്ക് എത്ര സെൻറ്റ് ഇത്? ഇത് 3 സെന്റ്. ഇതൊരു പുറകത്തെ വീടുണ്ട്, അത് വിറ്റായിരുന്നു. അപ്പൊ അതിനകത്ത് ഇവർക്ക് 2 അടി നടപ്പാതെയുണ്ട് സ്ഥലത്ത്. അത് ശരിയാ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളൂരാണ്. പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ 2-ാം വാർഡ് വെള്ളൂരാണ്. എൻ്റെ തൊട്ടുപുറയിൽ ഇവിടെ കാട്ടിപ്പറമ്പിൽ സിബി എന്നുള്ള ഒരാൾ, അദ്ദേഹത്തിന് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിന് അദ്ദേഹത്തിന് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീടും പരിസരമൊക്കെ കാണാം. ആപ്പാടെ 3 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തൊരു ചെറിയ വീടാണ്. ആ വീടെന്ന് പറയുന്നത് തന്നെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരിക്കുന്നതാണ്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴത്തേന് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയേറെ പരിതാപകരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേപ്പറുകളും കാര്യങ്ങളെല്ലാം നോക്കുകയെല്ലാം ചെയ്തു. അതോടെ തുടർന്ന് ഇവർ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട MLA ചാണ്ടിയമ്മൻ്റെ വീട്ടിൽ പോവുകയും ഈ ഒരു സ്കാനിങ് ഉണ്ട്, അതിനാണ്ട് 20,000 രൂപയോളം വരുന്നതാണ്. അപ്പോൾ അത് ചെയ്യാൻ പോലും അവരുടെ കയ്യിൽ പണമില്ല. അപ്പോൾ MLA അതിൻ്റെ അകത്ത് പകുതി പൈസ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞ് ഒരു ഇളവ് ചെയ്ത് കൊടുക്കാമെന്ന് MLA പറയുകയും ചെയ്തു. അതുകൂടാതെ തന്നെ ഇവർക്ക് ഒരുപാട് ഇനിയിപ്പം മുന്നോട്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീട്ടിലെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. ഇത് മണർകാടിനും പാമ്പാടിക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. 6-ാം മൈൽ അണ്ണാടി വയൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് വലത്തോട്ട് റോഡുണ്ട്, ഗ്രാമറ്റത്തിന് പോകുന്ന റോഡാണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിയുകയാണ്. ഈ റോഡ് സ്വല്പം മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ഗ്രാമറ്റം SNDP ആണിത്. SNDPയുടെ തൊട്ട് സമീപത്ത് തന്നെ പരിയാത്തുകുന്നെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതാണ് പരിയാത്തുകുന്ന്. ഇവിടുന്ന് ഒരു ചെറിയ റോഡുണ്ട്, വലത്തോട്ടുള്ള ഒരു ചെറിയ റോഡുണ്ട്. ഈ റോഡ് വഴി സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനാണ് ഇവിടെ ഒരു ചെറിയ തൊണ്ട് വഴി വേണം പോകാൻ വേണ്ടി. തീരെ വീതി കുറഞ്ഞൊരു തൊണ്ടാണ്, ഒരു 2 അടി വീതിയെ കാണത്തുള്ളൂ. ഇതിലെ സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് വീണ്ടും വലത്തോട്ടൊരു ചെറിയ തൊണ്ടാണ്, അതും കഷ്ടിച്ചൊരു 2 അടി വീതിയെ കാണത്തുള്ളൂ. ഇതിൽ മുന്നോട്ട് പോകുന്നിടത്താണ് സിബിയുടെ വീട്. ഇത് വെള്ളൂരാണ്, പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ 2-ാം വാർഡിൽപ്പെട്ട സ്ഥലമാണ്. ഇവിടെ കാട്ടിപ്പറമ്പിൽ സിബിയാണ് അസുഖബാധിതനായിട്ട് കഴിയുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. 3 സെൻറ്റിൻ്റെ അകത്തൊരു വീടാണ് ഇത്. വീടാണ് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു അവസ്ഥയാണ്. അപ്പോൾ സിബിക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ യാതൊരു നിവൃത്തിയില്ല. ഇതെൻ്റെ അകത്താണ് സിബി കിടക്കുന്നത്. നമുക്ക് സിബി ഒന്ന് കാണാം. അറിയോ? അറിയത്തില്ല. നമ്മുടെ പേരെന്നായിരുന്നു? എൻ്റെ പേര് ചിഞ്ചു. നമ്മുടെ പേര്? എൻ്റെ പേര് സിബി. ഇത് എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട്? അസുഖം തുടങ്ങിയിട്ട് 3-5 മാസമായി. ആ, എന്നായിരുന്നു നേരത്തെ ജോലിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്? ഞാൻ കെട്ടണമണിക്ക് പോയിക്കൊണ്ടിരിക്കും. എല്ലായിടത്തും പോകുമായിരുന്നു. ആ ശരി. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എങ്ങനെയാണ്? ഛർദിലായിരുന്നു. ആ, ഛർദിലെ തുടർന്ന് കോട്ടാശുപത്രിയിൽ പോയി. അവിടുന്ന് പിന്നെ ആയുർവേദത്തിൽ പോയി. പണ്ട് മഞ്ഞപ്പിത്തം വന്നിട്ടുള്ളതായിരുന്നു. അങ്ങനെയാണൊരു ധാരണയിൽ ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ച്, എന്നിട്ടും കുറവില്ല. പിന്നെ കോട്ടാശുപത്രി വന്ന് കോട്ടാശുപത്രി സ്കാൻ ചെയ്തിട്ട് സ്കാനിങ് റിപ്പോർട്ടിലും ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവിടുന്ന് ഫുഡ് താഴോട്ട് ഇറങ്ങി പോകുന്നില്ലെന്ന് പറഞ്ഞു. ബ്ലോക്ക് ആയത്. ഫുഡ് കഴിച്ച് കുറേ കഴിയുമ്പോൾ ഛർദ്ദിച്ച് പോവുക. അങ്ങനെ ഛർദ്ദി തുടങ്ങിയപ്പോഴാണ് കാണിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം കോട്ടാശുപത്രി തന്നെ പറഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി എൻഡോസ്കോപ്പി അങ്ങനെ ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് സംഭവം. വയറിൻ്റെ ഇവിടെയായിട്ടായിരുന്നു ഒരു മുഴയും ഡേഞ്ചറായിരുന്നെന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്ത് അത് കോട്ടയത്ത് തന്നെ മെഡിക്കൽ കോളേജ് തന്നെ. കോട്ടയത്ത് തന്നെയാണ്. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റാണ്.
അപ്പോൾ ഇനിയിപ്പം വേണ്ട ഒരു സ്കാനിങ് എന്തോ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഭാരതിലാണ് പറഞ്ഞത്. അതിനാണ് കൂടുതൽ എമൗണ്ട് ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ ചികിത്സക്കൊക്കെ എങ്ങനെയാണ് നരം ചികിത്സയിൽ ഓരോരുത്തരും സഹായിക്കുന്നല്ലേ? സഹായിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ പേരെന്നായിരുന്നു? എൻ്റെ പേര് ചിഞ്ചു. ചിഞ്ചു. വേറെ നമുക്ക് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് എനിക്ക് പണിക്കാൻ പോകാം. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ വീട്ടുപേരെന്നെ? കാട്ടുപറമ്പിൽ. കാട്ടുപറമ്പിൽ. ഇത് വെള്ളൂരാണോ? അതോ വെള്ളൂർ. ഇത് വാർഡ് എത്രയാ? 2-ാം വാർഡ്. വെള്ളൂർ. ഇവിടെ മെമ്പർ ആരാ? സാറാമ. അപ്പം ഇപ്പം തന്നെ ഇനിയിപ്പം അടുത്ത അവർ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് തന്നെ സ്കാൻ ചെയ്തിട്ട് ചെന്നൈ മെഡിക്കൽ കോളേജിലോട്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ ഇത് സ്കാൻ ചെയ്താലുള്ള മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റേഡിയേഷൻ എത്രണ്ണം വേണമെന്ന് പറയാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അതുകൊണ്ട് ഒത്തിരി നേരം വെച്ച് ലൈറ്റ് ചെയ്യാൻ മൊത്തം സ്പ്രെഡ് ആവുന്നു. ഇപ്പൊ ക്യാൻസറാന്നുള്ള ഒരു കൺഫേം ചെയ്ത് സർജറിയും കഴിഞ്ഞു. സർജറി അതിന്റെ ഇത് ചെയ്തിരിക്കുന്നല്ലേ? എമർജൻസി ആയിട്ട് സർജറിയും ചെയ്തു. ഇത് മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് ഇനി ഒരുപാട് പൈസ ആവും. ഇപ്പൊ ഈ മറ്റേ സ്കാനിങ്ങിന് എത്ര രൂപ പറഞ്ഞിരിക്കുന്നത്? 23,000 രൂപ. പിന്നെ മരുന്നിനൊക്കെ വേറെ പൈസയാവും. ഭാരതി തന്നെ ഇപ്പൊ 19,500 പറഞ്ഞേക്കുക. അതിനും ചിലപ്പം കൂടുമെന്നാ പറഞ്ഞേക്കുന്നത്. നിലവിൽ ഞങ്ങൾ കാരിത്താസ് ചോദിച്ചപ്പം 24,000 രൂപ സ്കാൻ ചെയ്യുന്നതിന്. നമുക്ക് സാമ്പത്തികമായിട്ടും പിന്നെ നമുക്ക് ഇപ്പൊ എനിക്ക് ഈ അവസ്ഥയിൽ വിട്ടിട്ട് പണിക്ക് പോകാനും പറ്റാത്ത ഒരവസ്ഥയല്ല. ശരിയത്. ഞാൻ പോകണമെങ്കിൽ ഇപ്പൊ പുള്ളിക്ക് ഒരാൾ കൂടെ വേണം. പിടിച്ചുകൊണ്ടൊക്കെ പോകണമെങ്കിൽ ബാത്റൂമിൽ പോകണമെങ്കിലും എല്ലാം കൂടെ ഒരാൾ വേണം. നിങ്ങളുടെ ഇങ്ങോട്ടുള്ള വഴി തന്നെ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. കാരണം ഒരു നടപ്പാതയല്ലേ? അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം വണ്ടിയിലൊക്കെ അല്ലേ? കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പാടാണ്. ഒരു സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ ആളെ ഓട്ടോയ്ക്ക് കൊണ്ടുപോകും. നടത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല. സാമ്പത്തികമായിട്ടും കുറച്ചൊക്കെ ആയതുകൊണ്ട് ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട് കുറച്ച്. അരമണിക്കൂർ ഗ്യാപ്പ് വിട്ട് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ബന്ധുക്കാരൊക്കെ ഉണ്ട്. അപ്പാപ്പി അവരൊക്കെ അവരും കൂലിക്ക് പണിക്ക് പോയിട്ടും. അടുത്ത ബന്ധുക്കാർ ഇവിടെ അടുത്തൊക്കെയുള്ള കൂരപ്പടയിലൊക്കെ കൊണ്ടുവന്ന് ജീവിക്കുന്നവരാണ്. അതിനെല്ലാം പണം വേണ്ടല്ലേ? എല്ലാത്തിനും പൈസ. അവരും ആഴ്ചയിലൊന്നും വന്ന് കണ്ടിട്ടൊക്കെ എന്തെങ്കിലും അവരുടെ കൈ കഴിയുന്നത്. പിന്നെ ശരി, അവരെ കൊണ്ട് ചെയ്യാവുന്ന അവരും ചെയ്യും. ഇനിയിപ്പം തുടർ ചികിത്സയ്ക്കല്ല ഒരുപാട് പൈസ നമുക്ക് ആവശ്യമുണ്ടല്ലേ? ഈ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടൊന്നുമില്ല. അതാ ഞാൻ അറിഞ്ഞതൊക്കെ നമ്മൾ കൊണ്ടതൊക്കെ തട്ടിമുട്ടിത്തോം സർജറി ചെയ്തു. ഇത് സർജറി മെഡിക്കൽ കോളേജിലാണ്? മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലായിരുന്നു ആള് 2 ദിവസത്തേക്ക്. 2 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോടെയാണ് സർജറി ചെയ്തത്. അപ്പോൾ ഇതാണ് സിബിയുടെ രോഗാവസ്ഥയുടെ വിവരങ്ങൾ. ഒരു ചെറിയ ഛർദിൽ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് കാണിച്ചപ്പോഴത്തേനാണ് വയറിനുള്ളിൽ ക്യാൻസറാണ്. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ഏകദേശം ഇപ്പം തന്നെ ഒരു 60,000 രൂപയ്ക്ക് മുകളിൽ ഈ കുടുംബത്തിന് ചിലവായി. അപ്പം ഇവരെ സംബന്ധിച്ച് ഈ സിബിയുടെ ഒരു വരുമാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സിബിക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കാനോ അപ്പുറത്തോട്ടൊന്ന് മാറ്റിയിരുത്താനോ ഒരാളുടെ സഹായം വേണം. അത് കാരണം സിബിയുടെ വൈഫിന് ഒന്ന് എങ്ങോട്ടോ വീടിന് വെളിയിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ്. അപ്പം അത് മൂലം വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഇവർ കഴിയുന്നത്. അപ്പോൾ ഈ മുറിക്കകത്ത് ഒരു ഫാൻ പോലും ഇല്ല. അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചാടുന്നേരം പോലും നമുക്ക് ഫാൻ്റെ കീഴിൽ നിന്ന് മാറി നിൽക്കാൻ മേലാത്തൊരു അവസ്ഥയിലാണ്. ആ സമയത്താണ് ഇവർക്ക് ഒരു സൗകര്യങ്ങളൊന്നുമില്ല. അത് വീടിൻ്റെ മിക്ക ഭാഗങ്ങളും ഞാൻ കണ്ടായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയാണ്. നമ്മുടെ വാതിക്കത്തെ കട്ടള തന്നെ മൊത്തം പോയിരിക്കുന്നതാണ്. 3 സെൻറ്റ് സ്ഥലമില്ലേ ആകെയുള്ളൂ. അപ്പം ഇവർക്കിപ്പം വാട്ടർ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കുടിവെള്ള പദ്ധതിയുടെ അതുകൊണ്ടുകൊണ്ട് വെള്ളത്തിന് മാത്രം ബുദ്ധിമുട്ടില്ല. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും വളരെയേറെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്കാനിങ്ങും കൂടെ ഉണ്ട്. ആ സ്കാനിങ്ങിനാണ് ഏകദേശം 20,000 രൂപയോളം വരും. അത് ചെയ്യാൻ പോലും അവരുടെ കയ്യിൽ യാതൊരു നിവൃത്തിയില്ല. അപ്പം നമ്മളെ കൊണ്ട്
കഴിയുന്ന എന്തെങ്കിലും ഒരു ചെറിയ സഹായം ഈ കുടുംബത്തിന് ചെയ്യുകയാണെങ്കിൽ അവർക്കതൊരു വലിയ സഹായമായി മാറും. അപ്പോൾ ഞാൻ സിബിയുടെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി ഇതാണ്. ഇതിൻ്റെ അകത്ത് ഫുള്ള് ഡീറ്റെയിൽ ഉണ്ട്. SBI ബാങ്കാണ്, ബ്രാഞ്ച് കഞ്ഞിക്കുഴി. സിബിച്ചൻ തോമസ് എന്നാണ് അക്കൗണ്ട് നെയിം. അതിൽ ഫോൺ നമ്പർ, IFSC കോഡ് അടക്കം എല്ലാം ഈ പാസ്ബുക്കിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഇവരുടെ ഗൂഗിൾ പേ നമ്പരും ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഫോൺ നമ്പരും വീട്ടിലെ ഫോൺ നമ്പരും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കുടുംബത്തെ വിളിക്കാം, അവരെ ആശ്വസിപ്പിക്കാം. ഒരു ചെറിയ കൈത്താങ്ങായിട്ട് എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഉപകാരപ്പെടും. ഞാൻ ആദ്യമായിട്ടാണ് ACBയുടെ ഈ വീട്ടിൽ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒരു സഹായത്തിൻ്റെ മറ്റൊരു വീഡിയോ ചെയ്തത് കണ്ടുകൊണ്ട് ഇവരുടെ ഒരു ബന്ധുവാണ് എനിക്ക് ഇവരുടെ ഒരു അവസ്ഥ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ കുടുംബത്തിൽ ചെല്ലുന്നത്. എല്ലാം മാറുമെന്ന് പേടിക്കൊന്നും വേണ്ട, ഇതിന് വഴി കാണും ദൈവം. ഇത് മെറ്റെടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് കൂടി വീടിൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. ഏത് നിമിഷവും നിലം പത്താവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇതാണ് സിബിയുടെ വീട്ടിലെ അവസ്ഥയും സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസമാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്.